ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് ജസ്റ്റ് ഒരു 1 ഡേ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പം എന്താണ് ഞങ്ങൾ ആദ്യം പോയത് കുമ്മിളിയിലാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ കുമ്മിളി എന്ന് പറയുന്ന സ്ഥലം. അപ്പം തേക്കടി എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പം അതിനടുത്താണ്. അപ്പം ഞങ്ങൾ തേക്കടി ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ജീപ്പ് സഫാരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ആദ്യം കൊണ്ടുപോയത് അവരുടെ ഒരു ജസ്റ്റ് സ്പൈസസ് ഗാർഡൻ പോലെ. പക്ഷേ നമ്മൾ ഇടുക്കിയിൽ ജനിച്ച് വളർന്നതുകൊണ്ടും നമ്മുടെ പറമ്പിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് കാണാനായിട്ട് ഞങ്ങൾ അതിനുള്ളിലൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അധികം നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുണ്ട് വാനിലയൊക്കെ ഉണ്ട്. അപ്പം പുറത്തുനിന്നുള്ള, അതായത് ഇടുക്കി ജില്ലയിലല്ലാത്തവർക്ക് അധികം പരിചയവും അല്ലെങ്കിൽ അവരിങ്ങനെ യൂഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഈ സ്പൈസസൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ അവർ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടായിരുന്നു. അവിടെയും ജസ്റ്റ് ഒന്ന് കയറിയിട്ടിറങ്ങി. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും അവർ ജീപ്പൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുകളിൽ റൂഫിംഗ് ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഒരു കാട്ടിക്കൂടിയാണ് പോണത്. ഇപ്പുറത്തെ സൈഡ് തമിഴ്നാടും ഇപ്പുറത്തെ സൈഡ് കേരളയും. ഈ റോഡിൻ്റെ 2 വശവും 2 സ്റ്റേറ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ. ഇത് ഈ ഷാമ്പൂ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവർ എന്ന് പറയും, നാച്ചുറൽ ഷാമ്പൂ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ഓഫ് റൈഡാണ് റോഡ്. നമുക്ക് എന്താണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഗുഡ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കാടിനുള്ളിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു വൈബ്, ശരിക്കും നമുക്ക് വേറെ റൂട്ടുണ്ട് അതിലേക്ക് പോകാൻ. പിന്നെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാടിനുള്ളിലൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളതേ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് സ്പോട്ട്. കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷെ നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന നല്ല തണുത്തിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ പോത്തിനെയൊക്കെ അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ അത്. അവിടെ നിന്ന് ബൈക്കൊക്കെ മറിച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമുക്ക് അധികം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. താഴോട്ട് നല്ല എന്താണ് കൊക്ക പോലെയാണ് കേട്ടോ ഇരിക്കണേ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോയി അവിടെ എന്താണ് പാറയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണാം, താഴോട്ടുള്ള വ്യൂ കാണാം. അപ്പം മഞ്ഞായതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ അധികം ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞ് മാത്രമാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? താഴെയാണ് ഫുള്ള് തമിഴ്നാടിൻ്റെ വ്യൂ ആണ്. തമിഴ്നാട് നല്ല നിരപ്പുള്ള സ്ഥലമായത് കാരണം കൊണ്ട് നമുക്കൊരു വൈഡ് ഏരിയ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ, മഞ്ഞ് ചെറുതായിട്ട് മാറും. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ചെറുതായിട്ട് മാറും, പിന്നെയും വരും, പിന്നെയും ചെറുതായിട്ട് മാറും, അങ്ങനെയായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് കാണണമെങ്കിൽ ഫുള്ള് മഞ്ഞില്ലാത്ത ടൈം പോയാലാണ് നമുക്ക് ശരിക്കും ഫുൾ ആ ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പം ഈ മഞ്ഞ്, തണുപ്പ്, മല, അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് വന്നു കേട്ടോ. ഈ ദൂരേന്ന് കാണുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പം നമുക്ക് അത് ഇത്രയും ദൂരത്തു നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. കുറച്ചധികം ദൂരമുണ്ട്, എന്നാലും ഈ മലയിൽ നിൽക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സ്പോട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതൊക്കെ ആ ജീപ്പ് സഫാരിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പോട്ടുകളാണ്. വലിയ കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർക്കും പുറത്തുനിന്നുള്ളവർക്കൊക്കെ കാണാനൊരു കാഴ്ചയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്ഥിരം ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയത് കൊണ്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, ഇങ്ങനെ കുറച്ചൊക്കെ കണ്ടു കേട്ടോ. ഇത് കാട്ടി നിൽക്കണ പൂവാണെങ്കിലും കാണാൻ എന്ത് രസമല്ലേ. എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. കുമ്മിളി എന്ന് പറയുന്നത് തന്നെ തമിഴ്നാടും കേരള ബോർഡറാണ് കേട്ടോ. അപ്പം നമ്മൾ കമ്പം പോവാണ്. തമിഴ്നാട്ടിൽ കമ്പം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പം പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ
ബോർഡർ ലൈൻ, അതായത് ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയാം. അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മളൊരു ഇറങ്ങണ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ. അപ്പോൾ ആ വഴിയിലൊക്കെ നിറയെ കുരങ്ങന്മാരിപ്പുണ്ടാവും. കാടൊക്കെ അല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് ഒന്നും കിട്ടാതാകുന്ന അവസരത്തിൽ അവരിങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ വന്നിരിക്കും. വണ്ടിയിൽ പോകുന്ന ആൾക്കാരെന്തെങ്കിലുമൊക്കെ കൊടുക്കുകയോ ആണെങ്കിൽ കഴിക്കാനൊക്കെ. പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടുകയാണെങ്കിൽ നമ്മൾ ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ വണ്ടിക്കുള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് ലോയർ ക്യാമ്പ്. മുല്ലപ്പെരിയാറ്റിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ആ ഒരു പൈപ്പിലൂടെയാണ് കേട്ടോ. അതിനാണ് നമ്മൾ ലോയർ ക്യാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ റോഡിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ്. നല്ല റോഡാണ്, അതുപോലെ നിരപ്പുള്ള റോഡാണ്. എത്ര യാത്ര ചെയ്താലും നമുക്ക് ആ യാത്രാക്ഷീണം അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. കേരളത്തിൽ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലൊക്കെ വളവും തിരിവും നമ്മൾ ശരിക്കും മടുക്കും. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ അതേ മുന്തിരിത്തോട്ടം കാണാനായിട്ട് പോവാണ്. മുന്തിരിത്തോട്ടം കണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. എന്നാലും ഇപ്പോൾ പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ഈ കിളിയുടെയൊക്കെ. അവിടെ വന്നു. ഇതേൻ്റെ പച്ച മുന്തിരി, ഇത് ചെറുതായിട്ട് കിളർത്ത് വരുന്ന മുന്തിരിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് കണ്ടോ, ഇത് കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയും കൂടി കലർന്നത്. ശരിക്കും പറിക്കാറായിട്ടില്ല ആ ഒരു പരുവത്തിലുള്ള മുന്തിരി. അങ്ങനെ പല ടൈപ്പിൽ, അതായത് ഒരു മുന്തിരിയുടെ വളർച്ചയുടെ പല സ്റ്റേജസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും മുന്തിരിത്തോട്ടത്തിൽ. ഇത് കമ്പത്താണ് കേട്ടോ, തമിഴ്നാട് കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മുന്തിരിത്തോട്ടമാണ്. അപ്പം ഇത് ഞങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത കാരണം കൊണ്ടാണ് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തത്. അധികം കാണിക്കാനല്ലാണ്ട് ലോങ് വീഡിയോയുടെ കാര്യം ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോയിലേക്ക് വേണ്ടി എടുത്ത വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇത്തിരി കൂടി ഒരു പരുവായത് കണ്ടോ, പച്ചയിൽ കുറച്ച് പരുവായത്. അങ്ങനെ പല തരത്തിലാണ് ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നല്ല രസമാണ് കേട്ടോ അതിനകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ. നമുക്കിതൊക്കെ കണ്ട് നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാം. പക്ഷേ ഇത് പറിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനുണ്ട്. അതൊരു കണക്കിന് നല്ല കാര്യമാണല്ലേ. കാരണം അവർക്ക് ഒരു കൃഷിയായിട്ട് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് കയറിയിട്ട് ഒരു പൈസയും കൂടാതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കയറിയിട്ട് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ കണ്ട് നമ്മളതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു വരുമാനമല്ലേ. വെറുതെ പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മൾ കയറി കാണുന്നതിന് ഒരു എൻട്രി ഫീസ് പോലും അവർ മേടിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലും കള്ളത്തരത്തിലാണെങ്കിലും പറിക്കാൻ നിൽക്കരുത്. വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ കൊടുത്താൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ചിട്ട് കഴിക്കാം. ഇത് കണ്ടോ, ഇതിപ്പം നല്ല അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അത് ഏകദേശം പറിക്കാറായിട്ടുള്ള മുന്തിരികളാണ് കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം ഇങ്ങനെ വന്നു കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു വ്യൂ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. അപ്പോൾ തിരിച്ചു വന്നു. വീട്ടിൽ പോകാനുള്ള പ്ലാൻ ഞങ്ങൾ മാറ്റി. ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കാനും. ഇതാണ് രാമക്കൽമേട്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇതും ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ആണ്. കുറച്ച് ഡാൻസൊക്കെ കളിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പൂക്കളൊക്കെ കാണാൻ കാട്ടി നിൽക്കുന്ന പൂക്കളാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്, നല്ല കളറ് കോമ്പിനേഷനും. ഇത് കണ്ടോ, അക്കരെ കാണുന്നതാണ് കാറ്റാടിപ്പാടം. കരണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റാടിയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കയറിപ്പോണം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഒരു മലയിലേക്ക് നമ്മൾ നടന്ന് കയറുകയാണ്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു പാടായിരിക്കും. ഇതേ അവിടെ 2 സ്റ്റാച്ചു ഉണ്ടോ ഇരിക്കണത്. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് ഉള്ളത്. അപ്പം ഞങ്ങൾ അതിലേ നടന്ന് കയറണം. നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല കോളേജ് പിള്ളേരൊക്കെ ആയിട്ട് നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്, തമിഴ്നാടിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് ആ വ്യൂ കാണാനായിട്ട്. നമുക്ക് അത്രയൊക്കെയുള്ളൂ, കൂടുതലൊന്നും കാണാനില്ല. എന്നാലും ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അത് അവിടെ ചെറുതായിട്ടൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴും ഓപ്പൺ ആവില്ല. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലാണെന്ന് തോന്നുന്നു ഓപ്പൺ ആവുക.
ഞങ്ങൾ ചെന്ന ടൈം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടോ, ഇതൊരു സംഭവം. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറി പോയിട്ട് മുകളിൽ ചെന്നിട്ടും വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ, ഒരു മരത്തിൻ്റെ ഇതിൽ. പിന്നെ ഞങ്ങളവിടെ എന്താണ് പൈനാപ്പിളും മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് എന്തൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, നല്ല വ്യൂ അല്ലേ, എന്ത് രസമല്ലേ ആ വ്യൂ കാണാൻ. തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.